അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഒരു സ്റ്റോക്ക് ബ്രോക്കറുടെ സഹായത്തോടു കൂടി മാത്രമേ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതായത് ഒരു ഷെയർ വിൽക്കാനോ മേടിക്കാനോ ഒക്കെ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട് ബ്രോക്കറുടെ അടുത്ത് നിന്ന് തന്നെ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിന്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോയിൽ പോയി കാണാം. എന്റെ പേര് സൂര്യൻ, ഫൗണ്ടർ ഓഫ് സതേൺ സ്റ്റോക്ക് അക്കാഡമി. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് അപ്സ്റ്റോക്സിൽ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത് നോക്കാം. അതിനായി ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരിക. ഈ ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരിക. അതിനു ശേഷം നിങ്ങൾക്ക് ഈ ഒരു പോർഷനിൽ കാണാനായിട്ട് സാധിക്കും നമ്മുടെ മൊബൈൽ നമ്പർ അവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓപ്പൺ ഫ്രീ ഡിമാറ്റ് അക്കൗണ്ട് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഗെറ്റ് OTP കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ ഒരു OTP ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് OTP കൊടുത്തതിന് ശേഷം ജസ്റ്റ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം ആധാർ, നമ്മുടെ പാൻ കാർഡ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഡിജി ലോക്കർ വഴിയാണ് ചെയ്യുന്നത്. ഓൾറെഡി നിങ്ങൾക്ക് ഡിജി ലോക്കർ ഉണ്ടെങ്കിൽ നമുക്ക് അതുവഴി തന്നെ ഡയറക്റ്റ് ആയിട്ട് ഈ എഗ്രി കൊടുത്ത് പോകാനായിട്ട് സാധിക്കും. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡിജി ലോക്കർ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ ഷെയർ വിത്ത് ഡിജി ലോക്കർ കൊടുക്കുകയാണ്. അതിനുശേഷം ഇവിടെ നമ്മൾ ആധാർ നമ്പർ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആധാർ നമ്പർ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു സൈഡിൽ ക്യാപ്ച. അപ്പോൾ ആ ഒരു ക്യാപ്ച കറക്റ്റ് ഇവിടെ ഒന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ക്യാപ്ചയും കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വന്നിട്ടുണ്ടാവും. ആ ഒരു OTP നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഡിജി ലോക്കറിന്റെ പിന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇന്റർഫേസിലേക്കായിരിക്കും വരുന്നത്. അവിടെ നമ്മൾ അലോ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം യുവർ ഡിജി ലോക്കർ അക്കൗണ്ട് ഈസ് നൗ കണക്റ്റഡ് ടു യുവർ അപ്സ്റ്റോക്സ് അക്കൗണ്ട്. അപ്പോൾ നമ്മുടെ ആധാർ, അതുപോലെ തന്നെ പാൻ കാർഡ്, നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം അപ്സ്റ്റോക്സിന് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു താഴത്തെ പോർഷനിൽ കാണാനായിട്ട് സാധിക്കും നിങ്ങളുടെ ഫാദറിന്റെയോ അല്ലെങ്കിൽ മദറിന്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്പൗസിന്റെയോ നെയിം ഇവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഇവിടെ പ്രൊസീഡ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ ഒരു സെൽഫി ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോ ഇവിടെ ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു ഇന്റർഫേസിലേക്ക് ആയിരിക്കും വരുന്നത്. ലിങ്ക് യുവർ ബാങ്ക് അക്കൗണ്ട്. അതിൽ നമ്മൾ ജസ്റ്റ് ഈ ഒരു ആഡ് ഡീറ്റെയിൽസ് മാനുവലി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ അക്കൗണ്ടിന്റെ നമ്പർ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അക്കൗണ്ട് നമ്പർ കൊടുത്തതിന് ശേഷം താഴെ നമ്മൾ വീണ്ടും നമ്മുടെ അക്കൗണ്ട് നമ്പർ ഒന്ന് റീ എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അക്കൗണ്ട് നമ്പർ റീ എൻറ്റർ ചെയ്തതിന് ശേഷം നമ്മളിവിടെ നമ്മുടെ IFSC കോഡ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ IFSC കോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മളിവിടെ IFSC കോഡ് കൊടുത്തതിന് ശേഷം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള ആ ഒരു നെയിം ഇവിടെ കൊടുക്കുക. അപ്പോൾ സേവിങ് അക്കൗണ്ട് ആണോ അതോ കറണ്ട് അക്കൗണ്ട് ആണോ എന്ന് ഇവിടെ കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഇന്റർഫേസിലായിരിക്കും നമ്മൾ എത്തിയിരിക്കുന്നത്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം ഇവിടെ നമുക്ക് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ ആക്റ്റീവ് ആക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ കറൻസി ഡെറിവേറ്റീവ് ആക്റ്റീവ് ആക്കാനായിട്ട് കഴിയും. കമ്മോഡിറ്റീസും ആക്റ്റീവ് ആക്കാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ ആക്റ്റീവ് ആക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതെല്ലാം ആക്റ്റീവ് ആക്കണമെങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷനോ അതുപോലെ തന്നെ മറ്റ് കറൻസി ഡെറിവേറ്റീവ് ഒക്കെ ആക്റ്റീവ് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ 6 മന്ത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ജസ്റ്റ് ഞാനിവിടെ അൺടിക്ക് ചെയ്യുവാണ്. ഇത് ആവശ്യമുള്ളവർ ബിഗിനർ ആണെങ്കിൽ ഒരു കാരണവശാലും ഇപ്പോൾ അത് ആക്റ്റീവ് ആക്കേണ്ട കാര്യമില്ല. കാരണം നമുക്ക് ഫ്യൂച്ചറിൽ പോയാലും നമുക്ക് ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ നമ്മുടെ പ്രൊഫൈലിൽ പോയി നമുക്ക് ഈ പറയുന്ന FNO ഒക്കെ ആക്റ്റീവ് ആക്കാനായിട്ട് പറ്റും. അപ്പൊ തുടക്കക്കാരാണെങ്കിൽ അത് ആക്റ്റീവ് ആക്കണമെന്നില്ല. ഓക്കെ, ഞാനിവിടെ ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുകയാണ്. അപ്പൊ നമുക്കിവിടെ നോമിനി ആരെയാണോ നമ്മൾ നോമിനി വെക്കാൻ ഉദ്ദേശിക്കുന്നത്, അപ്പൊ നമ്മളിവിടെ നോമിനി ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ നോമിനിയുടെ ഫസ്റ്റ് നെയിമോ അതുപോലെ തന്നെ ലാസ്റ്റ് നെയിമോ ഇവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നോമിനിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് ഇവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. കൊടുത്തതിന് ശേഷം നമ്മുടെ ആരാണോ നോമിനി വയ്ക്കുന്നത് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്.
അപ്പൊ നമ്മളിവിടെ ഡേറ്റ് ഓഫ് ബർത്തും പാൻ കാർഡും കൊടുത്തതിന് ശേഷം ഇവിടെ മൊബൈൽ നമ്പർ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്തതിനു ശേഷം ഇവിടെ നമ്മൾ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇമെയിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ആ ഒരു ഇമെയിൽ അഡ്രസ്സ് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ നമ്മുടെ അഡ്രസ്സ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇവിടെ അഡ്രസ്സ് കൊടുക്കുക, അതുപോലെ തന്നെ പിൻകോഡ് കൊടുക്കേണ്ടതായിട്ടുണ്ട്, നമ്മുടെ സിറ്റിയും കൊടുക്കുക, പിന്നെ ഏതാണ് സ്റ്റേറ്റ് എന്നും കൂടെ നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ അഡ്രസ്സും അതുപോലെ തന്നെ പിൻകോഡും നമ്മുടെ സിറ്റിയും ഇവിടെ കൊടുത്തതിന് ശേഷം നമ്മളിവിടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. കേരള സെലക്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ കണ്ടിന്യൂ കൊടുക്കുകയാണ്. അപ്പൊ നമുക്കിവിടെ നോമിനി ആഡാവാനായിട്ടുള്ള എല്ലാം ആയിട്ടുണ്ട്. അപ്പൊ കണ്ടിന്യൂ ടു നോമിനേഷൻ പെർസെന്റേജ്. അപ്പൊ ഇവിടെ 100% ആണ് വെച്ചിട്ടുള്ള, ഒരാൾ മാത്രമേ നോമിനി ഉള്ളത് കൊണ്ട് തന്നെ 100% ഷെയർ ആണ് പോകുന്നത്. ഓക്കെ, അപ്പൊ കണ്ടിന്യൂ നോമിനേഷൻ പെർസെന്റേജ്. അപ്പൊ ഇവിടെ നമ്മൾ പെർസെന്റേജ് കൊടുക്കാനായിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ 100%, അതായത് ഒരാളെ മാത്രമാണ് നോമിനി വെച്ചിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ 100% ഷെയറിന്റെ അവകാശി ഇയാളായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഞാൻ കണ്ടിന്യൂ കൊടുക്കുകയാണ്. അപ്പൊ നമ്മളിവിടെ ഇ സൈൻ എന്നൊരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മുടെ ആധാർ ലിങ്ക്ഡ് ആയിട്ടുള്ള ആധാറും മൊബൈൽ നമ്പറും ലിങ്ക് ആയിരിക്കണം, വളരെയധികം നിർബന്ധമാണത്. അപ്പോൾ ഞാൻ സൈൻ ആപ്ലിക്കേഷൻ എന്ന് കൊടുക്കുകയാണ്. ഇവിടെ ഈ ഒരു ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. അപ്പൊ ഇവിടെ നമ്മൾ നമ്മുടെ ഈ ഒരു ആധാർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് മുന്നേ തന്നെ നമ്മൾ ഇവിടെ ഒരു ടിക്ക് മാർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ ആധാർ നമ്പർ കൊടുക്കേണ്ടതാണ്. അപ്പൊ ഇവിടെ ആധാർ നമ്പർ കൊടുത്തതിന് ശേഷം സെൻഡ് OTP കൊടുക്കുക. അപ്പൊ നമ്മുടെ മൊബൈൽ നമ്പറിൽ ഒരു OTP വന്നിട്ടുണ്ടായിരിക്കും. ആ ഒരു OTP ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ OTP കൊടുത്തതിന് ശേഷം വെരിഫൈ OTP കൊടുക്കുക. ഓക്കെ, നമ്മുടെ ഈ സൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയിട്ടുണ്ട്. അതായത് നമ്മുടെ അക്കൗണ്ട് 3 അല്ലെങ്കിൽ ഒരു 4 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആയി വരും. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമുക്ക് അപ്സ്റ്റോക്സിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത്.